വിവരം അങ്ങനെ യസ്രീബിലുമെത്തി. കെട്ടിച്ചയച്ച പെൺമക്കൾ ഗർഭിണിയായാൽ പ്രസവത്തിന് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരണം. ബനു നജാർ കുടുംബക്കാർ അങ്ങനെ മക്കയിലെത്തി. മകളെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ്, പ്രസവം യസ്രീബിൽ നടക്കട്ടെ, അതാണല്ലോ നാട്ടാചാരം. ബന്ധുക്കൾ പറഞ്ഞു. സമ്മതിക്കാതെ പറ്റുമോ? ഭാര്യയെ പിരിഞ്ഞു ജീവിക്കാൻ ഹാഷിമിന് വല്ലാത്ത പ്രയാസമായിരുന്നു. ഭർത്താവിനെ കാണാതെ കഴിയാൻ സെൽമക്കും വളരെയധികം പ്രയാസമായിരുന്നു. കീഴ്വഴക്കങ്ങൾ മാനിക്കാതെ പറ്റുകയില്ലല്ലോ. സെൽമ ഒരുങ്ങിയിറങ്ങി ഒട്ടകക്കട്ടിലിൽ കയറി. സൽമയുടെ വെളുത്ത മുഖത്ത് ദുഃഖത്തിന്റെ നിഴൽ, കരിമീൻ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഹാഷിമിന്റെ നയനങ്ങളും നിറഞ്ഞുപോയി. അങ്ങനെ ഒട്ടകങ്ങൾ നടന്നു നീങ്ങി. സൽമ ഹാഷിമിന്റെ കണ്ണിൽ നിന്നും അകന്നകന്നു പോയി. സൽമ പോയതോടെ ഹാഷിമിന്റെ ഉത്സാഹം വളരെയധികം കുറഞ്ഞു വന്നു. വിരഹത്തിന്റെ ദുഃഖം അദ്ദേഹത്തെ വല്ലാതെ തളർത്തി. ഏതായാലും വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ, എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം. ഹാഷിം തന്റെ ജോലിയിൽ മുഴുകി. വേദനകളെല്ലാം പതിയെ മറന്നു. മാസങ്ങൾ പിന്നെയും കടന്നുപോയി. യസ്രീബിലെ വിവരങ്ങൾ അറിയാൻ ഒരു മാർഗവുമില്ല. ഒന്നുകിൽ ആരെങ്കിലും വന്നു പറയണം, അല്ലാതെ മറ്റൊരു വഴിയില്ല.